അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചത് ചരിത്ര നേട്ടമാണ്. ഇന്ന് ഇന്ത്യ കളി ജയിക്കാൻ കാരണം അത് സഞ്ജുവാണ്. സഞ്ജുവിൻ്റെ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഫസ്റ്റ് ബാറ്റിങ്ങിൽ 296 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്ക നാണം കെട്ടു. 218 റൺസിൽ അവർ ഓൾ ഔട്ടായി. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് പരമ്പര നേടി. രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഒരു പരമ്പര അതെൻ്റെ സ്വപ്നമായിരുന്നു. എൻ്റെ ക്യാപ്റ്റൻസിയിൽ എനിക്ക് പരമ്പര നേടാൻ സാധിച്ചു. ഇന്ന് ഇന്ത്യ കളി ജയിക്കാൻ കാരണം അത് സഞ്ജുവാണ്. അവൻ്റെ ബാറ്റിംഗാണ് ഞങ്ങൾക്ക് വിജയം സമ്മാനിച്ചത്. ഞാനടക്കമുള്ള ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിനെ താങ്ങി നിർത്തി. സഞ്ജുവിൻ്റെ ഇന്നിങ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സഞ്ജു ഒരു വേൾഡ് ക്ലാസ് പ്ലെയറാണ്. അത് നമ്മൾ IPL-ലും കണ്ടിട്ടുണ്ട്. എന്നാൽ സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിൽ. ഇന്ന് അവന് ഒരവസരം കിട്ടി, അതവൻ മുതലാക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യ കളി ജയിച്ചത് സഞ്ജു ഉള്ളതുകൊണ്ടാണ്. അവനെ ടോപ്പ് ഓർഡറിൽ ഇറക്കാനുള്ള തീരുമാനം എൻ്റേതായിരുന്നു. എനിക്ക് അവൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവനത് കാത്തു സൂക്ഷിച്ചു. ഇന്ന് കളി ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് പരമ്പര നേടിയാണ് ഞങ്ങൾ മടങ്ങുന്നത്. വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് രാഹുൽ വ്യക്തമാക്കി. മലയാളി ആരാധകർ ആവേശത്തിലാണ്. സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യത്തെ സെഞ്ചുറിയാണ് ഇന്ന് പിറന്നത്. സഞ്ജു ഇന്ത്യൻ ടീമിലെത്തി ഒരുപാട് വർഷമായി. എന്നാൽ ഇപ്പോഴാണ് സഞ്ജുവിന് ശരിക്കും ഒരു അവസരം കിട്ടിയത്. സഞ്ജു അത് ശരിക്കും മുതലാക്കി. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ ഏകദിന പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് ടെസ്റ്റ് സീരീസാണ്. അതും ഇന്ത്യ നേടുമെന്നത് ഉറപ്പാണ്. രോഹിത് ശർമ്മ, കോഹ്ലിയെല്ലാം അതിൽ കളിക്കുന്നുണ്ട്. സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിളി എപ്പോൾ കിട്ടുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.